ഹലോ ഗായ്സ്. അപ്പം ഗായ്സ് ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് വെച്ചു. എങ്ങനെ ഗൈസ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഗൈസ്. ക്വസ്റ്റ്യൻസ് നേരത്തെ ഇട്ട് ക്വസ്റ്റ്യനൊക്കെയാണ് ഇപ്പോൾ ഇട്ടല്ലോ. റെയിൻബോ ക്യാറ്റ് ഫസ്റ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഞാനാണ്. ഞാൻ അഞ്ചാറിനെ പ്രപ്പോസ് ചെയ്ത്. അഞ്ചാറ് പ്രപ്പോസ് ചെയ്തില്ലായിരുന്നു, കാരണം അഞ്ചാറിൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളല്ലേ ഞാൻ. അപ്പം ഞാൻ ഇതിനകത്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. പക്ഷേ ലിജി വിൽസൺ കല്യാണപ്പിക്ക്, കല്യാണം കഴിയുമ്പോഴത്തേക്കിനും കല്യാണപ്പിക്ക് ഇടുന്നതാണ് കേട്ടോ വൈസ്. ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ബ്ലാക്ക് സോൾ നിങ്ങൾ കൂടുതൽ അടി കൂടുന്ന ആരാ? ഞാനാ. എന്തൊരു പാവുക, ഞാൻ ഭയങ്കര താരോ. ഞാൻ എപ്പോഴും കുഴപ്പമുണ്ടാക്കും. അഞ്ചെണ്ണം ഉണ്ടാക്കും, പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ. ബേബി ബോബോ അതെന്താ ഫേസ് കാണിച്ചിട്ടുള്ള പിക്ക് ആഫ്റ്റർ മാരേജ് എന്നെ കാണിക്കൂ എന്ന് പറയുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ വൈറലാകുന്നതിന് മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തതായിരുന്നു. അപ്പോഴും അഞ്ചൂടെ ഫേസ് കാണിക്കാതെ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം അവർ പറയുന്നത് കേട്ട് നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവർ പറയട്ടെ, ഒരു കാര്യമില്ല. ഞങ്ങളത് മെയിൻ്റെ ആക്കത്തില്ല. നോ സോൾ ഡു സം ട്രൈ ടു തെലുങ്ക് വീഡിയോ സിസ്റ്റം. തെലുങ്ക് മലയാളം തമിഴും ചെയ്യുന്നതിൻ്റെ പാട് നമുക്കറിയാം. അപ്പോഴാ തെലുങ്ക്. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ പാടാന്നറിയാം. അക്ഷയ് അജയൻ നിങ്ങളുടെ വീട് എവിടെയാണ്? ഇതെൻ്റെ അനിയനാ കേട്ടോ. നിങ്ങളുടെ വീട് നിനക്കറിയത്തില്ലടാ. ക്ലോസി ബെറി എനിക്ക് നിങ്ങളെ എന്തിഷ്ടമാണെന്ന് അറിയാമോ? നിങ്ങളെങ്ങനെ വഴക്കൊന്നും കൂടാതെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ആരും പറഞ്ഞു ഞങ്ങൾ വഴക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ ഫുൾ ടൈം അടിയോടടിയാ. പിന്നെ അത് പെട്ടെന്ന് മാറും, നേരത്തേക്കുള്ള അടിയുള്ളൂ, അത് സാറില്ല. മിസ്റ്റർ ഗ്രീൻ തണ്ടർ സ്മോള് ബാക്കി സ്മോളേ എന്ത് സ്മോളേ? എന്തുവാ സ്മോളെ? ഇതൊക്കെ ഇളക്കിയിടുവോ? സ്മോളെ ഇതൊക്കെ ഇളക്കിയിടുവോ? എന്തോ കാണിക്കുവോ? മണ്ണൊക്കെ വീഴുന്നുണ്ട് തലേ. ഗൈസ് എനിക്ക് സ്മോളിനെ കാണണോ? സ്മോളെ ഇങ്ങ് വന്നു. സ്മോളെ ഇങ്ങ് വാ. ഒന്നുമില്ല, ഒന്നുമില്ല സ്മോളെ. ആൾക്കാരൊക്കെ കാണുന്നയാന്ന്. ഹായ് പറഞ്ഞു. ഓക്കോ മെഡിക്കോ ഗേൾ ചേട്ടൻ എന്താ മാസ്ക് മാറ്റാത്തതായിരിക്കും. അഞ്ചേട്ടൻ മാസ്ക് മാറ്റാത്തത് ഞാൻ പറഞ്ഞിട്ട് അഞ്ചേട്ടൻ മാസ്ക് മാറ്റാത്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മാസ്ക് മാറ്റുന്നതെന്ന് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് അഞ്ചേട്ടൻ മാസ്ക് മാറ്റാത്തത്. ലാസ്റ്റായിട്ട് അടി ഉണ്ടാക്കിയത് എന്തിനാ? സ്റ്റാർട്ടല്ല ഉണ്ടാക്കിയത്. ഇന്ന് ഞങ്ങൾ അടി ഉണ്ടാക്കിയില്ല. ഇന്നലെ ഉണ്ടാക്കി. ഇന്നലെ ഏത് ഡേറ്റ് ആയിരുന്നു? ഇന്നലെ ഉണ്ടാക്കിയില്ല. 29-ാം തീയതി മുട്ടനടിയായിരുന്നു. അടിയോടടിയായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. 29-ാം തോന്നുന്നു. ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ മെനങ്ങാനൊന്നും ഉണ്ടാക്കിയില്ല. 29-ാം തീയതി മുട്ടനടിയായിരുന്നു. ഞങ്ങൾ രാവിലെ ഉണ്ട്, ഇന്നലെ വരെ അടിയായിരുന്നു. കൊച്ചു പെണ്ണ് എത്ര വർഷമായി നിങ്ങൾ ലൈനായിട്ട്? ഞങ്ങൾ ലൈനായിട്ട് ഇപ്പം 4 വർഷമാകാൻ പോകുന്നു. ആയിഷ 2 പേരുടെയും ഫസ്റ്റ് ലവാണോ? അല്ല. ആര്യ 21 ഹായ് എത്ര വയസ്സുണ്ട് 2 പേർക്കും? എനിക്ക് 22, അഞ്ചാണ് 24. വിനവ് PK നിങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ ആരെ ആദ്യം സാഡാവുക അല്ലേ കരയുക? അങ്ങനെയൊക്കെ ചോദിച്ചാ അഞ്ചേട്ടൻ. ഞാനില്ല, ഭയങ്കര സാരോ. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. അഞ്ചേട്ടൻ ഭയങ്കര വിഷമൊക്കെ വരും പുള്ളിക്ക്. ആദിച്ചേച്ചി എന്നെ കല്യാണത്തിന് വിളിക്കുമോ? അപ്പം എല്ലാവരും മെയിനായിട്ട് വന്ന് ചോദിക്കുന്ന ചോദ്യമായിട്ട്, കല്യാണത്തിന് വിളിക്കുന്നു. ആരെയും കല്യാണത്തിന് വിളിക്കത്തില്ല, എല്ലാവരെയും ഫങ്ഷനെ വിളിക്കത്തുള്ളൂ. അത് അഞ്ചാൻ്റെ വീട്ടിൽ വെച്ച്, അതുകൊണ്ട് അതിനെല്ലാവരെയും വിളിക്കും.